Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മെയ് 2 ശനിയാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റൈൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഇറാൻ്റെ നീക്കങ്ങളെ വിദേശകാര്യ മന്ത്രാലയം തള്ളി. ഇറാൻ്റെ പ്രസ്താവനകൾ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റൈനിലെ നിയമപരമായ നടപടികളെ തെറ്റായി ചിത്രീകരിക്കുന്നത് നിർത്തണമെന്നും ഐക്യരാഷ്ട്രസഭാ ചാർട്ടർ പാലിക്കണമെന്നും രാജ്യം ആവശ്യപ്പെട്ടു. ബഹ്റിൻ പാർലമെന്റിൽ ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് അബ്ദുൽ നബി സൽമാൻ നാസർ, മംദൂഹ് അബ്ബാസ് അൽ സാലിഹ്, മെഹദി അബ്ദുൽ അസീസ് അൽ ഷുവൈക്ക് എന്നീ 3 എംപിമാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് 30 അംഗങ്ങൾ സ്പീക്കർക്ക് കത്ത് നൽകി. ജുഡീഷ്യൽ അതോറിറ്റി നിയമ ഭേദഗതി ചർച്ചയ്ക്കിടെ രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായ നടപടികളെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സംസാരിച്ചതാണ് വിവാദത്തിന് കാരണമായത്. ബഹ്റിനെതിരായ നീക്കങ്ങളെ അനുകൂലിച്ചവർക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികളെയും പൗരത്വം റദ്ദാക്കിയതിനെയും ഇവർ വിമർശിച്ചത് ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്നും സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. വിവാദ പരാമർശങ്ങളിൽ എംപിമാർ മാപ്പപേക്ഷിച്ചെങ്കിലും അത് അപര്യാപ്തമാണെന്നും ഇവർ രാജിവയ്ക്കണമെന്നുമാണ് 30 എംപിമാർ ഒപ്പിട്ട നിവേദനത്തിലെ ആവശ്യം. ബഹ്റിനിൽ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ 8 വർഷത്തെ ഏറ്റവും ഉയർന്ന വർധന രേഖപ്പെടുത്തി. ട്രാഫിക് ഡയറക്ടറേറ്റിന്റെ കണക്കുകൾ പ്രകാരം 2018-ൽ 2387 ആയിരുന്ന ലൈസൻസുകൾ 2025-ൽ 5350 ഉയർന്നു. 2021 ശേഷം ഈ വിഭാഗത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. അതേസമയം സ്വകാര്യ ലൈസൻസുകളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിലും 44,433 ലൈസൻസുകളുമായി ഈ വിഭാഗം തന്നെയാണ് മുന്നിൽ. പബ്ലിക് ലൈസൻസുകൾ എണ്ണത്തിൽ വളരെ പിന്നിലാണ്. രാജ്യത്തെ ലൈസൻസ് വിതരണത്തിൽ മോട്ടോർ സൈക്കിളുകൾക്കുണ്ടായ ഈ വളർച്ച ശ്രദ്ധേയമായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നു. ബഹ്റിനിലെ ഗുദൈബിയ മേഖലയിൽ ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ മുൻകരുതൽ നടപടിയായി താമസക്കാരെ ഒഴിപ്പിച്ചു. കെട്ടിടത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് തീ പടർന്നത്. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. പുക ശ്വസിച്ച് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട ഒരാളെ നാഷണൽ ആംബുലൻസ് വിഭാഗം പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനായി അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഹോപ്പ് ബഹ്റിൻ ഹിദ്ദിലെ ലേബർ ക്യാമ്പിൽ 250ഓളം തൊഴിലാളികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. 2 ആഴ്ചത്തേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളാണ് ഓരോ കിറ്റിലും ഉൾപ്പെടുത്തിയിരുന്നത്. ഹോപ്പ് പ്രസിഡന്റ് മനോജ് സമ്പൻ, സെക്രട്ടറി ശ്യാംജിത്ത്, രക്ഷാധികാരി KR നായർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളായ തൊഴിലാളികൾക്ക് ആദരമർപ്പിക്കാനാണ് ഈ സംരംഭമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993.
കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റൈൻ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. റീജിയണൽ മാനേജർ സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ 500-ലധികം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് സുധീർ തിരുനിലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അംഗങ്ങൾക്കായി പ്രിവിലേജ് കാർഡ് പുറത്തിറക്കി. ക്യാമ്പിന്റെ ഭാഗമായി ഡോക്ടർ ശ്യാം ശരത്ത്, ഡോക്ടർ കൃഷ്ണപ്രിയ ലീല എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഫ്രാൻസിസ് കൈതാരത്ത് മെയ്ദിന സന്ദേശം നൽകി. KPF ഭാരവാഹികളായ രമ സന്തോഷ്, സുജിത് സോമൻ, KT സലീം, UK ബാലൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മവാർഷികം AKCC ബഹ്റൈൻ ഘടകം ആഘോഷിച്ചു. പ്രസിഡന്റ് ചാൾസ് ആലുക്ക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മതേതരത്വം സംരക്ഷിക്കാൻ പ്രവർത്തകർ സന്നദ്ധരാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സത്യസന്ധമായ നിലപാടുകളിലൂടെ ജനങ്ങളെ നയിക്കാൻ സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ പറഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി മാതൃവേദി പ്രസിഡന്റ് ലിവിൻ ജിബിയും ഭാരവാഹികളും ചേർന്ന് കേക്ക് മുറിച്ചു. പോളി വിധേയത്തിൽ സ്വാഗതവും ജോജി കുര്യൻ നന്ദിയും രേഖപ്പെടുത്തി. മെയ് ദിനത്തോടനുബന്ധിച്ച് പടവ് കുടുംബവേദി തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ കൂപ്പണുകൾ വിതരണം ചെയ്തു. അൽഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടി രക്ഷാധികാരി ഉമ്മർ പാനായിക്കുളം ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് സുനിൽ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി മുസ്തഫ പട്ടാമ്പി കൂപ്പണുകൾ ഏറ്റുവാങ്ങി. ഷിബു പത്തനംതിട്ട, സലീം തയ്യൽ, അഷ്റഫ് വടകര തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രവാസി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ സേവനം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.